ഇന്ത്യൻ സ്കൂൾ ഓഫ് മിസ്റ്റിസിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. DNA അസ്ട്രോളജിയിൽ ചന്ദ്രൻ്റെ DNA കണക്ടിവിറ്റിയിൽ വരുന്ന 4 നക്ഷത്രങ്ങൾ ഭരണി, മകം, കേട്ട, ഉത്രട്ടാതി. ഈ നക്ഷത്രങ്ങളുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കി വരുന്നത്. അതൊരു പരമ്പരയായി തന്നെ നാം മനസ്സിലാക്കി വരുന്നു. കഴിഞ്ഞ ഒന്നിലധികം വീഡിയോകൾ, 2-3 വീഡിയോകൾ നാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി കണ്ടിട്ട് വരിക. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോകൾ കൂടി ഉറപ്പായിട്ടും കാണണം. അതിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ്, ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് DNA അസ്ട്രോളജി എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ നക്ഷത്രങ്ങളുടെ കണക്ടിവിറ്റി വരുന്ന വീഡിയോസ് കാണുവാൻ സാധിക്കും. വളരെ വിലയേറിയ ഒത്തിരി അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ജ്യോതിശാസ്ത്രപരമായിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ, അനുഭവങ്ങളിൽ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വന്നു നിറഞ്ഞ് അത് അനുഭവിച്ച് കഴിഞ്ഞിട്ട് നാം നെട്ടോട്ട് മോടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള, നമ്മുടെ ഊർജ്ജ ലെവലിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പല ദുരിതങ്ങളും അല്ലെങ്കിൽ ദുഃഖങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും. അതാണ് യഥാർത്ഥ മാർഗം, അതാണ് വേണ്ടതും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും ഈ നക്ഷത്രവുമായിട്ട് ബന്ധമുള്ളവരാണ് നമ്മളെങ്കിൽ എന്തു വേണം, ഈ ഒരു അറിവിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഇനി വരുന്ന ധാരാളം പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഈ അറിവുകൾ സഹായിക്കും. അതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഒരു പോയിന്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇവിടെ 4 നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഭരണി, കേട്ട, ഒപ്പം തന്നെ മകം, ഉത്രട്ടാതി. ഇത് ജന്മനക്ഷത്രമായിട്ട് വരുന്നവരുടെ ഒരു ഫലപ്രവചനം എന്ന് ഇതിനെ കാണാതിരിക്കുക. ഒരു ഫലപ്രവചനം ഇവിടെ ഇല്ല DNA അസ്ട്രോളജിയിൽ. നമുക്കതിനെക്കുറിച്ചുള്ള അറിവുകളാണ്. ഒരു നക്ഷത്രം ഇത്തരത്തിലുള്ള DNA കണക്ടിവിറ്റിയിൽ ആവർത്തിച്ച് വന്നാൽ അത് എങ്ങനെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ എന്തുതരം ഊർജ്ജമാണ് അത് പേറുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് പങ്കുവയ്ക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെയാണ് ഇത് ജന്മനക്ഷത്രമായിട്ട് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ഒരു വ്യക്തിയുടെ ലഗ്നം നിൽക്കുന്ന പോയിൻ്റായിട്ട് ഈ നക്ഷത്രങ്ങൾ വരികയോ, ഇതിലേതെങ്കിലും ഒരു നക്ഷത്രം വരികയോ, അല്ലെങ്കിൽ ലഗ്ന അധിപൻ പോയി നിൽക്കുന്ന നക്ഷത്രമായിട്ട് ഇതിലേതെങ്കിലും നക്ഷത്രം വരികയോ, നാം DNA അസ്ട്രോളജിയിൽ വിധി, മതി, ഗതി എന്നിങ്ങനെയാണ് ഈ 3 പോയിന്റുകളെ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ, ഒരു ജാതകൻ്റെ അല്ലെങ്കിൽ ജാതകയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഊർജ്ജമാണ് ഈ പറഞ്ഞ വിധി, മതി, ഗതി. അപ്പോൾ ആ പോയിന്റുകളായിട്ട് ഈ നക്ഷത്രങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് ഈ ഞാനിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവുകൾ വളരെ പ്രയോജനം ചെയ്യും. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ അറിവുകൾ പങ്കുവയ്ക്കുന്നത്. ചന്ദ്രൻ്റെ DNA ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്നതുള്ള ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കുമോ നടക്കില്ലയോ അങ്ങനെയുള്ള യാതൊരു ചിന്തയും വേണ്ട. ഇത് പ്രവചനമല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. പ്രവചനങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. നാം നമ്മെ തന്നെ അറിയുകയാണ്. നമ്മുടെ എനർജി അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ അതിൻ്റെ സീക്രട്ട് എന്താണ്, അത് എങ്ങനെ പ്രവർത്തിക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കില്ല എന്നുകൂടി അറിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഈ ചന്ദ്രൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് പല സ്വഭാവങ്ങളും നാം മനസ്സിലാക്കി, അല്ലെ, പല കാരകത്വങ്ങളെയും നാം മനസ്സിലാക്കി. വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് സമൂഹവുമായിട്ട് ഈ ചന്ദ്ര DNA വരുന്ന ബന്ധം. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സമൂഹമാണ് കേട്ടോ. സമൂഹം എന്നുള്ള ഒരു വിഷയത്തെ നാം ചിന്തിക്കണമെങ്കിൽ അതിന് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് കാരകത്വമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളായിട്ട് DNA കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കുടുംബങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് സമൂഹവുമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ചില ജീവിത ശൈലികൾ രൂപപ്പെടുന്നതായിട്ട് കാണാം. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏത് വിഷയമായാലും ശരി, ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു വിഷയമായിട്ട്, നിത്യജീവിതത്തിലുള്ള വിഷയമോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു ജോലി പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വിവാഹം പോലുള്ള കാര്യങ്ങളോ, അങ്ങനെ എന്ത് തന്നെ ചോയ്സുകളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഈ പറയുന്ന DNA കണക്ടിവിറ്റി വരുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചിന്ത എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊരു പുതിയൊരു വീട്ടുപകരണമായിരിക്കും, അല്ലേ, മറ്റുള്ളവരൊക്കെ ധാരാളം വാങ്ങുന്നതായിരിക്കും. ഒരു TV വാങ്ങുന്നു, ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നു, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, എല്ലാവരുടെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഈ DNA കണക്ടിവിറ്റി വരുന്നവരുടെ വീട്ടിലേക്കാണ് അത്തരത്തിലൊരു ഒരു പുതിയ TV വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ചെയ്യുന്നു എന്ന് കരുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ്, അങ്ങനെ ചെയ്യുമ്പോൾ അവർ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത്
പല മോഡലുകൾ ഉണ്ടാകും അല്ലേ, ടി വിയുടെ കാര്യത്തിൽ പല വിലയുള്ളതുണ്ടാകും, നല്ല പല കമ്പനികളുണ്ടാകും, അല്ലെങ്കിൽ പല വലിപ്പത്തിലുള്ളതുണ്ടാകും. പക്ഷെ അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്, ആരും ചിന്തിക്കുന്നത് തന്നെയാണ്. പക്ഷെ ആരും ചിന്തിക്കാത്ത മറ്റൊരു പോയിന്റ് ആയിരിക്കും ഈ ചന്ദ്ര DNA വരുന്ന ഫാമിലിയിൽ അല്ലെങ്കിൽ ആ വ്യക്തികൾ ചിന്തിക്കുക. എന്താണ്, നമ്മൾ ഇത്രയും ഇങ്ങനെയുള്ള ഒരു ആഡംബരമുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയൊരു TV വാങ്ങിച്ചാൽ അയൽപ്പക്കത്തുള്ളവർ എന്ത് പറയും, അവരെന്ത് കരുതും, അല്ലെങ്കിൽ സമൂഹം നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് കരുതും എന്നുള്ള ചിന്ത. അവരെന്ത് പറയും, അവരുമായിരിക്കും അവരുടെ വീട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ. അങ്ങനെ ഒരു താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ചിന്തയിലേക്ക് പോകുമെന്നുള്ളതാണ്. അതായത് സമൂഹം, ചുറ്റുപാടെന്ന് പറയുന്നത് സമൂഹമാണ്. അയൽപ്പക്കമായാലും ശരി, മറ്റു നാട്ടുകാരായാലും ശരി, എല്ലാം സമൂഹമാണ്. അപ്പോൾ സമൂഹം എന്ത് പറയും ഇതിനെക്കുറിച്ച് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവരുടെ ഒരു ഇതിലേക്ക് വരും. കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കാര്യം ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞാണ്. ഒരു TV അവരവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു TV പണം അനുവദിക്കുമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങി വീട്ടിൽ വയ്ക്കാം, അത് കാണാം അല്ലേ. പക്ഷെ അങ്ങനെയല്ല അവരുടെ ചിന്ത പോവുക, ഇത് മറ്റുള്ളവർ എന്ത് ധരിക്കും, മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് എന്ത് ധരിക്കും. അത് ഫ്രിഡ്ജ് ആയാലും ശരി, ഒരു വാഷിംഗ് മെഷീൻ ആയാലും ശരി, TV ആയാലും ശരി, എന്ത് സാധനമായാലും ശരി, വീട്ടിലേക്ക് വാങ്ങുന്ന ഒരു കട്ടിലായാലും ശരി, ഒരു മേശയായാലും ശരി, എല്ലാത്തിനും ഈ ഒരു ചിന്ത കടന്നു വരും. എന്ത് വിചാരിക്കും മറ്റുള്ള, അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും ഈ ഒരു ചിന്ത വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം, വലിയ കാര്യങ്ങളിൽ ഒരു വിവാഹം പോലുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്ത, അവിടെ ആർക്കെങ്കിലും അന്യദേശത്തേക്ക് ഒരു ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ അന്യദേശത്ത് പോയി ജോലി ചെയ്യേണ്ടി, നാട് വിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്തൊരു ജോലിക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ അവിടെ ചിന്ത എന്ത് വരും, ഞാൻ രാവിലെ എന്താണ് റെഡിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരൊക്കെ എന്ത് കരുതുന്നു, രാവിലെ ഇറങ്ങി പോകുന്നു വീട്ടിൽ നിന്ന്, വൈകിട്ടാവുമ്പോൾ രാത്രി ആകുമ്പോൾ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തൊക്കെ പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും. അല്ലെ തന്നെ ഞാനൊരു സ്ത്രീയല്ലേ, അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നു, ജോലിക്ക് പോകുന്നതിന് അവരെന്ത് പറയും, അവർ കുറ്റം പറയില്ലേ, വീട്ടു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ടവരല്ലേ, അങ്ങനെ പോയിട്ട് ദൂരെ ദിക്കിൽ പോകുന്നതുകൊണ്ട് ഭർത്താവ് ഇവിടെ ഇന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അവരെയൊക്കെ കടന്ന് ഭർത്താവിനും കൊച്ചിനെയൊന്നും നോക്കാതെ എന്താണ് ദൂരെ ദിക്കിൽ പോയിട്ട് ഇന്ന ജോലി ചെയ്യുന്നു, അവർക്ക് എന്തിൻ്റെ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറയും, അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയില്ലേ തുടങ്ങിയ ചിന്തകൾ എന്ത് ചെയ്യും, മനനം ചെയ്തുകൊണ്ടേയിരിക്കും. അത് അങ്ങനെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല, ആരും ഒന്നും പറയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ എനർജി വരുന്ന ചന്ദ്രൻ്റെ DNA ഉള്ളവർ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ആദ്യം തന്നെ അവർ കൊണ്ടുവന്ന് അതിനെതിരായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. എന്തിനാലും വളരെ രസകരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ DNA കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകും. ഇത് നിങ്ങൾ അറിയാതെ പോകുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ചില പ്രവർത്തനമാണ് ഞാനിവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ, പല കാര്യങ്ങളിലും ഇത് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെയും നൽകാം. പല കാര്യങ്ങളും നീണ്ടു പോകുന്നതിന് അല്ലെങ്കിൽ തടസ്സപ്പെടുന്നതിന് വലിയൊരു കാരണമാകാം. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്വഭാവം നമുക്കപ്പോൾ ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കാര്യം ചന്ദ്രൻ്റെ ഈ DNA അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ, ആ എനർജി ആധിക്യം വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ എങ്ങനെയാണോ, ചന്ദ്രൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രതിഫലിപ്പിക്കുക എന്നതാണ്. പ്രതിഫലിപ്പിക്കുക. ഒരു കണ്ണാടി എങ്ങനെയാണ് നമ്മളെ പ്രതിഫലിപ്പിക്കുന്നത്, നമ്മുടെ രൂപത്തെ പ്രതിഫലിക്കുന്നത്, അതുപോലെ ഇവിടെ പ്രതിഫലിക്കുന്നത് എന്തിനെയാണ്, സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതാണ് അതിൻ്റെ പോയിന്റ്. അതാണ് ആ ഒരു എനർജിയുടെ സ്വഭാവം. എപ്പോഴും സമൂഹമായിട്ട് ഓപ്പൺ ആയിരിക്കും. സമൂഹത്തിൽ നടക്കുന്ന എന്ത് പരിവർത്തനങ്ങളെയും പ്രതിഫലിപ്പിക്കുവാൻ തക്ക രീതിയിൽ ഈ ഒരു എനർജി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എനർജി ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കൂ. അതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആധിക്യം കൂടുമ്പോൾ, അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള പോയിന്റ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അത് എഫക്റ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്ന് മാത്രം. എന്നാലും അത് പൊതുവായിട്ട് കാണുമ്പോൾ ഏതൊരു പരിതസ്ഥിതിയിലും ഇണങ്ങി ജീവിക്കുവാനായിട്ടുള്ളൊരു പോസിറ്റീവ് വശം കൂടി ഇതിനുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് എവിടെ പോയാലും ശരി അവിടെ ചേർന്ന് നിന്നുകൊണ്ട് ആ പരിതസ്ഥിതിയുമായിട്ട് ചേർന്നുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകും. സമൂഹമായിട്ട് കൂടുതൽ പെട്ടെന്ന് ഇണങ്ങി ചേരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിൽ വരുന്ന വളരെ സ്പീഡാണ് അല്ലേ, ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് അവരവരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുക എന്നത് അത്ര എളുപ്പമല്ല അല്ലേ. അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ തന്നെ അതിനുള്ള ഒരിക്കലും സാധിക്കാത്ത ഒരു വശമാണ്. നമുക്ക് ഓരോ നിമിഷവും നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കണമെന്ന് വെച്ചാൽ ചിന്തിച്ചു നോക്കിയേ, ഒരു ദിവസം നമുക്ക് എത്ര വസ്ത്രങ്ങൾ മാറി ധരിക്കുവാൻ സാധിക്കും, അതിനുള്ള സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അതൊക്കെ പ്രായോഗികമാണോ എന്ന് പറയുന്നത് പോലെ അത്ര പെട്ടെന്ന് നമ്മുടെ ജീവിതശൈലിയോ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് മാറ്റുവാൻ സാധിക്കില്ല. അപ്പോൾ അൺബാലൻസിങ് ഉണ്ടാകും. അതാണ് പ്രശ്നമായി തീരുക.
സമൂഹത്തിൽ വളരെ സ്പീഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ആധുനിക സമൂഹത്തിൽ നമ്മൾ സമൂഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിലെ മാറ്റങ്ങൾ അതുപോലെ പ്രതിഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒത്തിരി അൺബാലൻസിങ് ഓരോ വ്യക്തികളിലും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം. അതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഏതൊരു വിഷയത്തിനും സമൂഹത്തിലെ പ്രതിഫലിപ്പിക്കുന്നതൊക്കെ നല്ലത് തന്നെ, നല്ല വശങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരിക്കലും അതിന് അടിമപ്പെട്ടു പോയാൽ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പലപ്പോഴും ഈ സമൂഹത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കാത്തത് കാരണം, അല്ലെങ്കിൽ സമൂഹത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ സാധിക്കാത്തത് കാരണം ഒറ്റപ്പെട്ടു പോകുന്നവരാണ് ഈ പറയുന്ന ചന്ദ്ര DNA വരുന്ന അല്ലെങ്കിൽ ദോഷം, നെഗറ്റീവ് എനർജി പേറുന്നവരിൽ അധികം പേരും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ്. എന്ത് സംഭവിക്കുന്നു? സമൂഹത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ സാധിക്കാത്തത് കാരണം സമൂഹത്തിൽ നിന്ന് ഇവർ സ്വയം ഉൾവലിഞ്ഞ് ഒറ്റപ്പെടുന്നു. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്നു. മറ്റുള്ളവരിൽ നിന്നും, അയൽപ്പക്കങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു നാട്ടുകാരിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ തന്നെ ഇവർ ഒറ്റപ്പെട്ട് ഉൾവലിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതാണ് ചന്ദ്രൻ എപ്പോഴും ചന്ദ്രന് സ്ഥിരതയില്ല അല്ലേ? നമുക്കറിയാം ചന്ദ്രൻ എന്ന് പറയുന്നത് എന്നും പൂർണ്ണ ചന്ദ്രനാണോ? അല്ല. അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നതിലോ അമാവാസിയിലേക്ക് പോകുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഈ ലൈഫിൽ ഉണ്ടാവുകയും വളരെ അൺബാലൻസിങ് ജീവിതത്തിൽ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു വശം. അതുപോലെ തന്നെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പോയിന്റ് കൂടി ഇവിടെ ഇതിനോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അതായത് ഈ ചന്ദ്ര DNA വരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ ചിലപ്പോൾ അവർ വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും ചെയ്താൽ കിട്ടില്ല ചില കാര്യങ്ങൾ കേട്ടോ. അത് ജോലിയോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷേ ചില കാര്യങ്ങൾ അവർ നനച്ചിരിക്കാത്ത അവസരത്തിൽ അവരെ തേടിയെത്തും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നനച്ചിരിക്കാതെ ചില കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. എന്ത് സംഭവിക്കുക? അവിടെ നിങ്ങൾ ആ സമയത്ത് അതിനെ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ, നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളെ ആ സമയത്ത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അത് പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ്. അതായത് കയ്യിൽ കിട്ടുമ്പോൾ എത്തിപ്പിടിച്ചുകൊള്ളണം, കൈവിട്ട് കളയരുത്. കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളെ അപ്പോൾ തന്നെ പിടിച്ച് എടുത്ത് അനുഭവിച്ചു കൊള്ളണം. അല്ലാതെ നാളത്തേക്ക് മാറ്റി വെച്ചാൽ നാളെ നമുക്കത് കിട്ടിയെന്ന് വരില്ല എന്നർത്ഥം. അതാണ് അത്ര ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ്. വളരെ സ്പീഡായിട്ടാണ് ചേഞ്ചസ് ഉണ്ടാവുക. ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് അല്ലേ വന്നുകൊണ്ടേയിരിക്കുന്നത്, വളരെ വേഗത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാശിചക്രത്തിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ, ഒരു ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം കിട്ടുന്ന ഒരു അവസരം, അല്ലെങ്കിൽ ജോലിക്കുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഏത് ചെറിയ കാര്യമോ വലിയ കാര്യമോ അത് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. അവസരങ്ങളെ നാളത്തേക്ക് മാറ്റിവെക്കരുത്, അല്ലെങ്കിൽ അവസരങ്ങളെ എക്സ്ക്യൂസ് എന്തെങ്കിലും പറഞ്ഞിട്ട് മാറ്റിക്കളയരുത്. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നമുക്ക് ആലോചിക്കാം, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. നാളത്തേക്ക് മാറ്റിവെച്ചാൽ നാളെ നീളെ എന്നുള്ളത് ഈ ചന്ദ്ര DNA വരുന്നവർക്ക് വളരെ കൃത്യമായിരിക്കും, നീണ്ടുപോകും, പലപ്പോഴും കൈവിട്ടും പോകാം. അതുകൊണ്ട് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ ഊട്ടി എന്ന് പറയുന്നത് പോലെ അല്ലേ, ഒരു സിനിമയിൽ പറയുന്നത് പോലെ ആ ഡയലോഗാണ് നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ മാക്സിമം പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ നാളെ ആ വാക്ക് പറയേണ്ടി വരും നിങ്ങൾക്ക്. ആ കാര്യം കൂടി വളരെ ശ്രദ്ധിക്കുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്ന ചില വളരെ വിലപ്പെട്ട പോയിന്റ്. എന്ത് തന്നെയാലും സമൂഹം എന്നുള്ളത് നമുക്കറിയാം, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാം അതേപോലെ നടക്കണം, അങ്ങനെ ഉൾക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ എന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അതിന് സാധിച്ചൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം നീങ്ങുക, മാക്സിമം സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ മുന്നേറുവാൻ ശ്രമിക്കുക. ഉൾവലിയരുത്, ഒറ്റപ്പെടുവാൻ ഇടയാകും. ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടും ജീവിതത്തിൽ. അത് മാനസികമായിട്ടുള്ള ഉൾവലിയലായിട്ടും പിന്നീട് മാനസികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകൾക്കും ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, ഒരു കുടുംബങ്ങളൊക്കെ തന്നെ പലപ്പോഴും അവർക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അവർ പെട്ടെന്ന് ഒരു ദിവസം നോക്കുന്ന ഒരു കുടുംബം മൊത്തത്തിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വരുന്നു അല്ലേ. അല്ലെങ്കിൽ കുടുംബത്തിൽ ഇന്ന പേര് ആത്മഹത്യ ചെയ്തു, ഇന്ന പേര് സ്വയം സ്വന്തം കൂടെ ഉള്ളവരെയൊക്കെ കൊന്നിട്ട് അല്ലേ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ക്രൂരമായിട്ടുള്ള ഒരുപാട് അറിവുകൾ, ഒരുപാട് ജീവിത യാഥാർത്ഥ്യങ്ങൾ നാം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണുന്നുണ്ട്. അവിടെയൊക്കെ സംഭവിക്കുന്നത് ഒരു പക്ഷെ അവർ മനസ്സ് തുറന്ന് മറ്റുള്ളവരടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരിക്കും.
അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 1000 പേര് എത്തിയെന്നിരിക്കുന്നു. നമുക്കറിയാം ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ആ ഒരു ഈഗോ, അവരുടെ ഉൾവലിയുന്ന ആ ഒരു ശീലം, നെഗറ്റീവ് റേഡിയേഷൻ വളരെ ശക്തമായിട്ട് ഇവർക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം സ്വയം ഉൾവലിഞ്ഞ് ഒരു മാനസികമായിട്ടുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് ചെന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ മരണത്തിലേക്ക് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരുപാട് കേസുകളിൽ അങ്ങനെയാണ് വരുന്നത്. ഞാൻ അത് അങ്ങനെ സംഭവിക്കും, ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല. കാര്യം കഴിഞ്ഞ വീഡിയോയിൽ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതങ്ങനെ സംഭവിക്കും, ഞങ്ങൾ എല്ലാവർക്കും സംഭവിക്കും, അങ്ങനെയല്ല പറയുന്നത്. അത് മനസ്സിലാക്കുക, ഇതൊരു പ്രവചനമൊന്നും തന്നെയില്ല, എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കും എന്നുള്ളതല്ല. പക്ഷേ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളവരാണ് ഈ ചന്ദ്ര DNA നക്ഷത്രക്കാർ എന്നുള്ളത് കാണാം. അതിൻ്റെ ആ ഒരു മാനസികമായിട്ടുള്ള ബലക്കുറവ് വളരെയധികം ശക്തമായിട്ട് ഈ നക്ഷത്ര ജാതകർക്ക് അല്ലെങ്കിൽ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് DNA വരുന്നവർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞ സമൂഹവുമായിട്ടുള്ള ഒരു ക്രാഷിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുകയും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ സ്വാഭാവികമായിട്ട് കടങ്ങൾ കാര്യങ്ങൾ വരുന്നു, അവിടെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഒരുപക്ഷെ സമൂഹമായിട്ട് അത് പങ്കുവെച്ചാൽ, ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സമൂഹം തന്നെ അവരുടെ രക്ഷയ്ക്ക് എത്തിയെന്നിരിക്കും. പക്ഷേ ഇവരെന്ത് ചെയ്യും, അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു ഇത് കാരണം അവർ അതിലേക്ക് പോകാതെ സ്വയം ഉൾവലിഞ്ഞ് ഇത്തരത്തിലുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെയുള്ള ഒരു ഇതിലേക്കൊന്നും പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇനിയെങ്കിലും നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി, പക്ഷേ ഇനി നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലും അതിലേക്ക് പോകാതെ ജീവിതത്തിൽ മുന്നോട്ട് വരുവാനായിട്ടുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോകളെ, ഈ അറിവുകളെ ആ തരത്തിൽ തന്നെ നിങ്ങൾ എടുക്കണം. അല്ലാതെ ഒരു പ്രവചനമായിട്ട് എടുക്കാതിരിക്കുക. ഈ നക്ഷത്രം ജനിച്ചാൽ നിങ്ങൾക്ക് ഇതേ സംഭവിക്കും, നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള യാതൊരു പ്രവചനവും ഇല്ല. ഇവിടെ എന്താണ്, ഈ അറിവുകൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഈ അറിവിൽ നിന്നുകൊണ്ട് അതിനെ വിജയകരമായിട്ട് മറികടക്കുവാൻ, അതിജീവിക്കുവാൻ സാധിക്കും. അതിജീവനമാണ് നമ്മുടെ ജീവിതം, അതാണ് വേണ്ടതും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ്റെ DNA തൽക്കാലം ഇവിടെ അതിൻ്റെ ഇന്നത്തെ വിഷയം നമുക്കിവിടെ പൂർണ്ണമാക്കാം. ഇനിയും തുടരാം നമ്മുടെ യാത്ര. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഗ്രഹങ്ങളുമായിട്ടും നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള DNA അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇനിയും നമുക്ക് പങ്കുവയ്ക്കാം, അറിവുകൾ നേടി മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട ചൊല്ലുന്നു നിങ്ങളുടെ സ്വന്തം അരുണാചല കറുപ്പസ്വാമി.